വെനിസ്വലയിലെ ജനങ്ങളെ നേരിടുന്നത് പോലെയല്ല ഇറാനെ അമേരിക്ക നേരിടുക. അമേരിക്കയ്ക്ക് അതിപ്പോൾ മനസ്സിലായി തുടങ്ങി. കാര്യം അവിടെ ഒരു വിമത ശബ്ദം ഇതുവരെയും നമ്മൾ കേട്ടില്ല. ആകെയുള്ളത് റസാ പല്ലവിയുടെ ശബ്ദമാണ്. റസാ പല്ലവി ഇപ്പോൾ ഇറാനിലില്ല, പുറത്താണ്. അയാൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് വെനിസ്വലയിലെ മെറിയോ കൊച്ചാഡോ അല്ല, അമേരിക്കയിൽ നിൽക്കുന്ന റസാ പല്ലവി എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ ഒരാശയം വ്യവസ്ഥയെ നിശ്ചയിച്ചിരിക്കുന്ന, അഥവാ ഇസ്ലാമിക് റവല്യൂഷൻ്റെ ആശയം സമസ്ത ചിന്തകളിലും പേരുന്ന ആശയപരമായ അങ്ങേയറ്റം ഇസ്ലാമികമായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രത്തിനെ അത്ര പെട്ടെന്ന് പരാജയപ്പെടുത്താൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞു GCC രാജ്യങ്ങളുടെ, ഖത്തർ മുൻ പ്രധാനമന്ത്രിയുടെ, സൗദിയുടെ നിലപാട് നമ്മൾ പറഞ്ഞു. ഇതുവരെയും ഇറാനേക്കെതിരെ അടിക്കാത്തതിൻ്റെ കാര്യം എന്താ? ഷിയ സുന്നി സംഘർഷം എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരമാക്കുന്നതെന്ന് അവർക്കറിയാം. അങ്ങനെ വന്നാൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറാൻ പോകുന്നത് എക്കാലവും അവർ സംശയത്തോടെ നോക്കിയിരുന്ന പാശ്ചാത്യ രാജ്യങ്ങളാണ്. നിവൃത്തികേട് കൊണ്ടതാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഈ GCC രാജ്യങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. കാരണം അമേരിക്കയുടെ സൂപ്പർ പവറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ GCC രാജ്യങ്ങൾ കഴിയില്ലെന്ന് മാത്രമല്ല, ഡോളറാണ് കറൻസി എന്ന് പറയുന്നത്. ആ കറൻസിയുടെ വില മിഡിൽ ഈസ്റ്റിന് നന്നായിട്ട് അറിയാം. ഓയിലേ ഉള്ളൂ, ബാക്കി എല്ലാ സംവിധാനങ്ങളും കിടക്കുന്നത് അമേരിക്കയിലും ഈ പറയുന്ന ഇസ്രായേലിലുമായിട്ടാണ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ട്. അതൊരിക്കലും അമേരിക്ക അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ആക്രമണം എന്തുകൊണ്ട് അമേരിക്ക ഇപ്പോൾ നടത്തിയതെന്നറിയാമോ? അമേരിക്കയ്ക്കറിയാം, ഇപ്പോൾ കിട്ടിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ ഇറാൻ ആണവായുധീകരിക്കപ്പെടും എന്ന ഒരു തെറ്റായ ഇൻഫർമേഷൻ്റെ പുറത്താണ്